അതെ, വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ഇനി ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല. അതുപോലെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. അതുപോലെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പ്ലീസ് ഷെയർ ചെയ്യണം കേട്ടോ. ഫിഷൊക്കെ കേട്ടോ ഇതിനെ കണ്ടിട്ട് അതുകൊണ്ട് ഒത്തിരി ഫിഷസ് എന്താ അതിൻ്റെ പേര്, അത് മീന ഇത്ര അടുത്ത് കിട്ടുന്നുണ്ടോ കൈ തൊടാൻ തോന്നുന്നല്ലേ. അണ്ടർ വാട്ടർ ചാനലിലേക്ക് എൻട്രി ആവാൻ പോവാണ്. ഇവിടെ നിന്നുള്ള വിഷ്വൽസ് എന്ന് വെച്ചാൽ another episode of Colors of Love by Miresha. ഞങ്ങൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായി. സോറി, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ആ വീഡിയോസ് ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്ന് നിങ്ങളെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഷാർജ അക്വേറിയമാണ്. ശരിക്കും ഒരു ലിവിങ് മറൈൻ ലൈഫ്, ഒരു അണ്ടർ വാട്ടർ ലൈഫ് നമുക്ക് കാണാം. സോ ഫ്രണ്ട്സ്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്കിപ്പോഴേ തോന്നുന്നു. നോക്കിക്കുക, അവരൊത്തിരി പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ 2 വേപ്പുമരമൊക്കെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ വേണ്ട നോക്കിക്കുക, കുറച്ച് ഫിഷസിൻ്റെ സ്റ്റാച്യൂസ് ആ എൻട്രൻസ് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും 2 സ്റ്റാച്യൂസ് ഉണ്ട്. ഒരു നീരാളി ഒക്ടോപ്പസിൻ്റെയും അതുപോലെ ഒരു ഫിഷിൻ്റെ സ്റ്റാച്യു, പിന്നെ ഒരു കുഞ്ഞൊരു ഫൗണ്ടൈൻ അവിടെ നമ്മൾ കണ്ടു. ഇതാണ് ഈ എൻട്രൻസ് പോർഷൻ. അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാം അക്വേറിയത്തിലേക്ക്. അതേണ്ട അവർ കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഓരോ സേഫ്റ്റി മെഷേഴ്സൊക്കെ ശരിക്കും അപ്രീഷിയബിൾ തന്നെയാണ്. സോ ഇതിവിടെ നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുന്നു. നമ്മൾ ആദ്യമേ കുഞ്ഞു കുഞ്ഞു ഷാർക്സിനെ കാണാൻ പോകുന്നേ. അപ്പം നമുക്ക് ഷാർക്സിനെയൊക്കെ ഒന്ന് കണ്ടേച്ച് വന്നാലോ. ഇത് കണ്ടോ, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കുട്ടി ഷാർക്സൊക്കെ ഇതുവഴി ഇങ്ങനെ കളിച്ച് നടക്കുക. നോക്കിക്കേ. അതുപോലെ കൂട്ടുകാരെ, നിങ്ങളുണ്ടല്ലോ ഫുൾ വീഡിയോ കാണണം കേട്ടോ, അവസാനം വരെ. പല പല വ്യത്യസ്തമായ കാഴ്ചകളാണ് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ 250-ലധികം സ്പീഷീസുകളിലുള്ള പവിഴപ്പുറ്റുകളും പാറക്കുളങ്ങളും അതുപോലെ തന്നെ തടാകങ്ങളും കടൽക്കാടുകളും ഒക്കെ ഉണ്ട്. കൂട്ടുകാരെ അങ്ങോട്ട് നോക്കിക്കേ, ഇതാ ഒരു കൂട്ടം ഷാർക്കുകൾ ഇതുകൊണ്ട് ആ സൈഡിൽ കൂടെ പോകുന്നു. ശരിക്കും ഇവിടെയുണ്ടല്ലോ ഷാർക്കിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാനൊക്കെ തോന്നും. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, വളരെ നാച്ചുറലായിട്ടാണ് അവർക്ക് ആ ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആ കോറൽ ലീഫും ലംഗൂൺസും എല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുണ്ട്. എങ്ങനെയുണ്ട് കടലിൻ്റെ അടിയിൽ ഇവരെങ്ങനെ ജീവിക്കുന്നത്, അതുപോലെ തന്നെ സെയിം അവർക്ക് ആ നേച്ചർ ഇവിടെ ബിൽട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്ര നന്നായിട്ട് സർവൈവ് ചെയ്യുന്നത് അല്ലേ. അതെ, നമ്മൾ ഈ അക്വേറിയത്തിൽ വരുമ്പോൾ നമുക്കൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഒരു എന്താ പറയുന്നത്, ഡീപ്പ് സീയിലുള്ള ഒരു മറൈൻ ലൈഫ് ശരിക്കും റിയലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ടേ ഓൾഡ് ഹാർബർ ഏരിയ എന്ന് പറഞ്ഞിട്ട്, അതെങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ഒരു കൂടുതൽ സെറ്റപ്പാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഹാൻഡിലുകൾക്കൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, കാണാം. പിന്നെ സ്ക്രീനെ കുറേ പണ്ടത്തെ വീഡിയോസ്, എങ്ങനെയാണ് അവർ കടലിൽ പോയത്, അതങ്ങനത്തെ ഓരോ ഹിസ്റ്ററി പറയുന്ന കുറേ വീഡിയോസ് ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നും മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഒരു കപ്പലിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെ തടിയും കൊണ്ടും പലകകൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇതിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോഴത്തേക്കും അതുകൊണ്ട് അവിടെ സീ ഹോഴ്സിൻ്റെ ഒരു പടം കണ്ടു. അതിൻ്റെ താഴെ കടൽ കുതിരകളെ നമുക്ക് കാണാം. അതിന് മുമ്പ് സൈഡിൽ കണ്ടോ, ഇത് വേറൊരു എന്തോ ഒരു കടൽ ജീവിയാണിത്. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതേണ്ട കടൽക്കുതിരേനെ കണ്ടോ, സീ ഹോഴ്സ് എന്നൊക്കെ പറയും. നമ്മൾ ഒത്തിരി +1 +2 അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ സീ ഹോഴ്സസ് അല്ലെങ്കിൽ കടൽ കുതിരേനെയൊക്കെ പറ്റി. ഇതേണ്ടത് കണ്ടോ, അതാണ് കടൽ കുതിര കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, ഇത് കുറേ കോറൽ ലീഫ് പവിഴപ്പുറ്റൊക്കെ നല്ല കട്ടിക്കുള്ളിടത്ത് കാണപ്പെടുന്ന കൽമത്സ്യം എന്ന് പറയും, സ്റ്റോൺ ഫിഷ് എന്ന് പറയും. വലിയ തലയും വലിയ വായൊക്കെ ഇവരുടെ. നോക്കിക്കേ, ഇൻഡോ പസഫിക് ഓഷ്യൻസിൽ ആഴം കുറഞ്ഞ വെള്ളത്തിലൊക്കെ ഇവരെ കാണാൻ സാധിക്കും നമുക്ക്.
എൻ്റെ ഒരു സ്കൂൾ ടൈം മെമ്മറിയാണ്, പഠിച്ച ഓർമ്മയിൽ പറഞ്ഞതാണേ. ശരിക്കും നമ്മുടെ വീട്ടിലൊരു അക്വേറിയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും. നമ്മുടെ കുറേ നെഗറ്റീവ് എനർജീസ് ആ മീനുകളെ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ മാറി കിട്ടും. അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ഫീൽ എന്തായിരിക്കും അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല. നമ്മളിപ്പം കുറേ ഫിഷസൊക്കെ ഉള്ള ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഫിഷസിൻ്റെ അടുത്ത് വരുമ്പോഴും അതിൻ്റെ പേര്, സയൻറ്റിഫിക് നെയിമും അതുപോലെ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് നെയിംസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കാണാം, 4 വരകൾ നീളത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് 4 ലൈൻ ടെറാപ്പോ എന്നാണ്. 4 ലൈൻഡ് ടെറാപ്പോ. ഇങ്ങനെ ഓടുകയാണ് ഭംഗിയായിട്ട് കാണാനായിട്ട്. ദാ നമ്മൾ അവിടുന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും കണ്ടോ കുറേ ഷാർക്സ്. അതേതാണെന്നറിയാമോ? നമ്മൾ ഓൾറെഡി എൻട്രൻസ് ഏരിയയിൽ കണ്ടില്ലായിരുന്നോ ഷാർക്കിനെ ഇങ്ങനെ. അപ്പം അതിൻ്റെ അണ്ടർ വാട്ടർ കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ നേരെ താഴെയുള്ളത് അത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായിട്ട് ഷാർക്കുകളെ കാണാം. അവർ ഫാമിലി ആയിട്ട് കുട്ടി ഷാർക്കുകളും എല്ലാം കൂടി ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇത് കണ്ടോ, എന്തോ പണ്ടത്തെ ഏതോ ഒരു കപ്പലിൻ്റെ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇതുകൊണ്ട് ഈ കാണാം. അതിൻ്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ നീന്തി കളിച്ചിങ്ങനെ നടക്കുക. ഷാർക്സ് ഒരു 500 സ്പീഷീസ് ഷാർക്സ് ഉണ്ട്, പലതരത്തിലുള്ളത്. ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ വംശനാശ ഭീഷണിയൊക്കെ ഇങ്ങനെ നേരിട്ട് പോകുവാണ്. എന്നാൽ പോലും ടൈഗർ ഷാർക്ക്, നഴ്സ് ഷാർക്ക്, വെയിൽ ഷാർക്ക്, മാക്കോ ഷാർക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ കുഞ്ഞു മീനുകളെ കണ്ടിട്ട് ഇച്ചിരി മുന്നോട്ട് നടക്കുന്ന കുറേ ഷാർക്സ്. ഇതിൻ്റെ ബ്ലാക്ക് ടിപ്ഡ് ആയിട്ടുള്ള ഷാർക്സ് എന്ന് പേരോട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷാർക്കിനെയൊക്കെ ഇങ്ങനെ അടുത്ത് കാണുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഷാർക്കിൻ്റെ ഈ ഒരു സ്പേസ്. കൊള്ളാം കേട്ടോ. എനിക്ക് തോന്നുന്നു പണ്ട് ഒടിഞ്ഞു പോയ കപ്പലിൻ്റെ ഭാഗമായിരിക്കും ഇതൊക്കെ അല്ലേ? ചിലപ്പോൾ ചെയ്തിട്ടേക്കുന്നതായിരിക്കും. മോൻ കൈ എടുത്തപ്പോൾ ആ ഷാർക്ക് പേടിച്ചു പോയി. ഹാപ്പിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല കേട്ടോ. ഫിഷസിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ അണ്ടർ വാട്ടർ ചാനലിലേക്ക് എൻട്രി ആവാൻ പോവാണ്. ഇവിടെ നിന്നുള്ള വിഷ്വൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് ഹാമൂർ എന്ന് പറയുന്ന ഫിഷാണ് ഈ കാണുന്നത്. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഈ ഫിഷിനെ നമ്മൾ കഴിക്കുന്ന ഫിഷൊക്കെ കേട്ടോ. ഇതിനെ കണ്ടിട്ട് ഒത്തിരി ഫിഷസ് ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പഴയ ഒരു ബോട്ട് കണ്ടോ, അതിൻ്റെ അവശിഷ്ടങ്ങളും അതിൻ്റെ ഇങ്ങനെ എന്തൊക്കെയോ ഭാഗങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടംപോലെ പലതരത്തിലുള്ള മീൻ കുഞ്ഞുങ്ങളും മത്സ്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴുകി നീന്തി ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ഭംഗിയാണ് കാണാനായിട്ട്. നോക്ക്, അതേണ്ട നമ്മുടെ ഹാമൂറുണ്ട്, പിന്നെ ഒരു ബട്ടർഫ്ലൈ ഫിഷസ് ഇതുവഴി പോകുന്നുണ്ട്. ഒത്തിരി എല്ലാ ഫിഷസിൻ്റെയും പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാമേ. പിന്നെ ആ ബ്ലൂ കളറിൽ ആ യെല്ലോയും കൂടെ കണ്ട ഫിഷ്, ബ്ലൂ ടൈഗർ ഫിഷ്. അയ്യോ, അങ്ങോട്ടൊരാളെ നോക്കിക്കുക, ഒരു കഥാപാത്രം അതുവഴി നീന്തി മുകളിലേക്ക് പോന്നു. കടലാമയാന്ന് തോന്നുന്നത് കേട്ടോ.
നമ്മളിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ പോകുമ്പോൾ നമുക്ക് കടലാമേനെയൊക്കെ അടുത്ത് കുറച്ചുകൂടെ കാണാം കേട്ടോ. ഇത് കണ്ടോ, വേറൊരു ടൈപ്പ് ഓഫ് ഫിഷ് പോകുന്നു, ഇങ്ങനെ പരന്നിരിക്കുന്നു അതിൻ്റെ താഴ്വശമൊക്കെ. പിന്നെ കുറേ ഫിഷസ് ഉണ്ട്. നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ നമുക്ക് നിൽക്കാൻ നിറയെ കൺകുളിർക്കെ കാണാൻ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ. ശരിക്കും മറൈൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എനർജി നമുക്ക് തരുന്നുണ്ടല്ലേ. വേണ്ട ബ്ലൂ ടൈഗർ കണ്ടോ താഴെ കൂടെ പോയെ. പിന്നെ ക്യാറ്റ് ഫിഷും അങ്ങനെ കുറേ ഫിഷസൊക്കെ മേളിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടോട്ട് പോകും. പിന്നെ ഈ കടൽ വൃക്ഷങ്ങൾ, മാൻഗ്രൂവ്സ് അതൊക്കെ മേളിലുണ്ട്. അവിടെ പോകുന്നതിൻ്റെ ബോൾ പോലൊക്കെ ഇരിക്കുന്നത്, ബോൾ ഫിഷ് പോലൊക്കെ ഇരിക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ അതിങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കുന്നത്. ശരിക്കും ഒറിജിനൽ നാച്ചുറലായിട്ട് കടലിൻ്റെ ഇടയിലുള്ള കോറൽ ലീഫും റങ്കൂങ്സും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. കാണിച്ചയുടെ ഉള്ളിലെല്ലാം വെച്ചേക്കുന്നത്. കുറേ പാമ്പിനെക്കുറ്റുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും റിയൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പവിഴപ്പുറ്റുകളൊക്കെ കടലിൽ നിന്ന് ശേഖരിച്ചതാണ്. നമ്മൾ അവിടെ നിന്ന് വേണ്ട മുന്നോട്ടേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനൊരു ഫിഷിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുണ്ടല്ലോ ഈൽസ് ആണേ, EELS, ഈൽസ് എന്ന് പറയും. ഇത് കോങ്കർ ഈൽസ്, ഇലക്ട്രിക് ഈൽസ്, മുറ ഈൽസ്, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഈൽസ് ഉണ്ട്. ഈ ഈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മളിപ്പോൾ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇത് സ്ലിപ്പറി ആയിരിക്കും, തെന്നിപ്പോവും, വഴുതിപ്പോകും. അതുപോലെ ഇതിൻ്റെ നീളം കണ്ടോ, ഭയങ്കര നീളമാണ്, ഭയങ്കര ഇലോങ്ങേറ്റഡ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. നോക്കിക്കേ. UAE വിസിറ്റിംഗ് വിസയിലൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും ഈ ഷാർജ അക്വേറിയം കൂടെ വന്ന് കണ്ടു പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഫുൾഫിൽഡ് ആവുന്നത് ആ ഒരു ജേണി. ശരിക്കും അതുകൊണ്ട് ഷാർജയിലുള്ളവരെല്ലാം വന്ന് ഈ ഫിഷസിനെയൊക്കെ കാണണം കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ 25 AD ആണ് അഡൽസിന്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് 15 AD ആകത്തുള്ളൂ ഫീസൊക്കെ. ഇത്ര അടുത്ത് കിട്ടുന്നുണ്ടോ കൈ തുടങ്ങുന്നല്ലേ.
ഉണ്ടല്ലോ കുറേ മാംഗ്രൂവ്സിൻ്റെ മോഡൽസ് ഇത് അത് മാംഗ്രൂവ്സ് റിസംബിൾ ചെയ്യുന്ന പോലെ ഈ കടൽ വൃക്ഷങ്ങൾ അത് ഇങ്ങനെ ഒരു മോഡലാക്കിയിട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും ഭയങ്കര പെർഫെക്ഷനോടുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. നമ്മൾ താഴെ ഫുൾ കണ്ട് ഫിനിഷായി. അപ്പോൾ ഉണ്ടല്ലോ ഏറ്റവും ടോപ്പിൽ നമ്മൾ വന്നു. അവിടെ നമുക്ക് ഈ താഴെ കണ്ട ആ സെയിം സിനാരിയോ മേളിൽ നമുക്ക് ടോപ്പ് പോർഷനിൽ കാണാം. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും കടൽ വെള്ളത്തിൻ്റെ മണം മീനിൻ്റെ മണമൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ആ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാം മറൈൻ ലൈഫൊക്കെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഷാർജ അക്വേറി ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ല, കമൻറ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും മറക്കാതെ ഷാർജയിലൊക്കെ വരുമ്പോൾ വിസിറ്റിങ്ങിനൊക്കെ വരുന്നവരൊക്കെ ഈ ഷാർജ അക്വേറിയം വന്ന് വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെ മ്യൂസിയം ഉണ്ട്. അവിടെ നമുക്ക് പണ്ടത്തെ പായ്ക്കപ്പലുകളൊക്കെ കാണാൻ പറ്റും. അതും കാണുക. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ബൈ.